വേണമെങ്കിൽ വേണ്ടേ? ആ വേണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ. ഇന്ന് രാവിലെ നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടാണ് ഇന്ന് എന്തെങ്കിലും പുറത്തെ പണികൾ കുറച്ച് കഴിക്കാമെന്ന്. പക്ഷെ എന്താണെങ്കിൽ മഴയ്ക്കും പെയ്തിട്ട് ഒന്ന് ചുറ്റുവട്ടം ഒന്ന് വൃത്തിയാക്കാൻ ഒന്നും പറ്റിയിരുന്നില്ല. ഒക്കെ ആകെ ചവറും പുല്ലൊക്കെ നിറഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ ഇന്ന് പറമ്പിൽ വലിയ കൃഷിയുടെ അടുത്തേക്കൊന്ന് പോകണ്ട, നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങാട്ടെന്ന് ചെയ്തത്. അപ്പോൾ നോക്കിയപ്പോൾ തെങ്ങ് കയറിയിട്ടുണ്ടെങ്കിലും ഈ മഴക്കാലമൊക്കെ ആയ കാരണം തോന്നുന്നുണ്ട് ഇങ്ങനെ പട്ടകളൊക്കെ ഇടയ്ക്ക് വീഴുന്നുണ്ട്. അത് മാത്രമല്ല തെങ്ങുമ്മേ നിന്നിട്ട് ഇങ്ങനെ ഒടിഞ്ഞു മുടിഞ്ഞ് വീഴാന്ന് പറയാനായിട്ട്. പക്ഷേ ഈ അടുത്താണ് തെങ്ങ് നമ്മൾ കയറിയെങ്കിലും കൂടിയിട്ട് പട്ട എന്താണാവും അങ്ങനെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആണെങ്കിലോ ഈ വട്ടം വീണത് നമ്മുടെ കിണറുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് വീണത്. പക്ഷെ നമ്മൾ കിണറിൻ്റെ ഉള്ളിൽ മറ്റേ ഇരുമ്പോണ്ടുള്ള നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ എന്താ പറയുക വല വിരിച്ചിട്ടുണ്ട്. അത് കാരണം തന്നെ കരടും കാര്യങ്ങളൊന്നും നമ്മുടെ വെള്ളത്തിലേക്ക് വീഴൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നന്നായിട്ട് കുടഞ്ഞ് വൃത്തിയാക്കി എന്താ പറയുക അവിടെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കിണറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ വെള്ളമായിട്ടാണ്, ഭൂമിയുടെ നിലസമായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട്. പിന്നെ ഈ കിണറിനൊരു പ്രത്യേകതയുണ്ട്, 4 കോല് കഴിഞ്ഞപ്പോൾ പാറ കണ്ടു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വെടി വെച്ചിട്ടാണ് നമ്മൾ 12 കോല് കുത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളം താന്ന് എടുക്കുമ്പോൾ മനസ്സിലാവും പാറയുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊറി വരുന്നത്. കാരണം നല്ല വെള്ളമായിട്ട് നമ്മുടെ ഈ കിണറ്റിലത്തെ. അപ്പോൾ വേനൽക്കാലത്തൊക്കെ ഞാൻ ദിവസം കുത്തി കുളിക്കായിരുന്നു. ഇപ്പോൾ വർഷകാലം ആകുമ്പോൾ എല്ലാ ദിവസമൊന്നും കുളിക്കാൻ പോകാറില്ല. ഇപ്പോൾ ഇന്ന് എന്തായാലും അതും കൂടി ഒന്ന് കുത്തി കുളിക്കാമെന്ന് വെച്ച് വെള്ളം. പിന്നെ നമ്മുടെ ഈ പട്ടയ്ക്കൊന്ന് പറമ്പിൽ കൊണ്ടിടാന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ചിമ്പാണെങ്കിൽ ഞാൻ ഈ പുറത്ത് ഓരോന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ അവന് ഭയങ്കര കരച്ചില്ല. അവൻ കറിയാന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടികൾ കറിയണപ്പോൾ മ്യാവെന്ന് പറഞ്ഞിട്ടൊന്നല്ല കേട്ടോ കറി. അയ്യോ അമ്മ എന്നൊക്കെ വിളിച്ചിട്ട് കറികളോ. ഇപ്പോൾ കേൾക്കണ സൗണ്ട് അവൻ്റെയാണ് കേട്ടോ. ഒറ്റയ്ക്ക് അടിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല ഉണങ്ങി കിടക്കണ കാരണം നമ്മൾ ചൂലൊന്ന് തൊട്ട് പോകാൻ വേണ്ട, ചവറൊക്കെ നന്നായിട്ട് അടിക്കാൻ കിട്ടിയിരുന്നു. നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കക്കിന വേപ്പാണ്, വലിയൊരു മരമാണ്. അതിൻ്റെ ഇലയാണ് ഇവിടെ കൂടുതൽ വീഴാത്ത, ചെറിയ ഇലയാണല്ലോ. തീരെ മഴ കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് ചൂല് കൊണ്ട് തീരെ അടിച്ചെടുക്കാൻ പറ്റില്ല. നല്ല ഉണങ്ങി കിടക്കണമെങ്കിൽ മാത്രമാണ് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ 3 സൈഡായിട്ട് നന്നായിട്ട് കരട് കോഴിയാണ്. അപ്പോൾ ഞാൻ ഓരോ സൈഡും അതേപോലെ തന്നെ അടിച്ച് കൂട്ടിയിട്ട് 3 സൈഡും അടിച്ച് വാരി കഴിഞ്ഞതിന് ശേഷമാണ് ചവറും കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ നിന്ന് കോരിയെടുക്കാൻ നോക്കിയുള്ളൂ കേട്ടോ. ഈ പ്രാവശ്യം പിന്നെ നമുക്ക് എന്നിട്ട് പറയാം പറമ്പിൽ പറയാൻ മാത്രം വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള വലിയ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. ആ തുടക്കം ഒന്ന് പെയ്താൽ മഴയെ കിട്ടിയിട്ടുള്ളൂ. അത് കാരണം ആർക്കും അങ്ങനെ വലിയ ഉറു പിടിച്ചൊന്നും പോയിട്ടില്ല. അപ്പോൾ ചവറും കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളൂ, നമ്മൾ അടിച്ചു കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പച്ചക്കറികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കടക്കില കൊണ്ടിടാണ്. ഇതിപ്പോൾ ചോളത്തിൻ്റെ കടക്കിലാട്ടോ നമ്മൾ ഈ ചവറ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലത്തെ നോക്കിയാൽ പുതിയ നമ്മുടെ വെള്ളച്ചൂനയും കണ്ട.
ഇതൊക്കെ വെള്ളച്ചൂനിയുടെ കടകളാട്ടാ. എല്ലാത്തിനും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നോക്കിയാൽ കണ്ട എന്ത് രസമായിട്ട് നിങ്ങളെ നോക്കി നന്നായിട്ടായി തുടങ്ങിയിട്ടാ. മഴക്കാലമൊന്നും നമ്മുടെ ഈ വെള്ളച്ചൂനിയനോ മുളകിനോ ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടാ. ഉണ്ടായി കിട്ടുന്ന ഒരു എന്താ പറയുക മഴക്കാല കൃഷിയിൽ പെട്ട ആളാട്ടോ മുളക്. വീടിൻ്റെ ചുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ കോഴിക്കൂടും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ പുറത്തെ കോഴിക്കൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ എന്താ പറയുക ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് ഇട്ടോക്കണത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വല വലിച്ച് കെട്ടിയിട്ടുണ്ട് കാക്കകളൊന്നും വന്ന് മുട്ടെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീടിൻ്റെ ചവറുകളൊക്കെ അതിന് മുകളിലാണല്ലോ എടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ തട്ടി താഴേക്ക് ആക്കി ഇട്ടൊന്ന് നമ്മളിങ്ങനെ വൃത്തിയാക്കി എടുക്കാറ് കേട്ടോ. അത് പുറത്തെ കോഴിക്കൂട് മാത്രം അങ്ങനെ ചെയ്യണ്ടോ. നീങ്ങിക്ക് ദേ കൂട് കഴുകിയിട്ട് നിങ്ങൾക്ക് തീറ്റ തരാം കേട്ടാ. അങ്ങോട്ട് പോ. എന്താ വേണോ? വേണമെങ്കിൽ വേണ്ട. വേണം. ഞാനേ ചവറവിടെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇത്തിരി മധുരക്കിഴങ്ങിൻ്റെ ഇല പറിച്ചു അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. വയ്യ എല്ലാവരും വയ്യ തിന്നോട്ടാ. ഞാൻ നമുക്ക് അടിപിടി കൂടി കുറച്ച് നേരം അത്ര ഇഷ്ടമാണ് മധുരക്കിഴങ്ങിൻ്റെ ഇല. പിന്നെ നമ്മുടെ എന്താ പറയുക മേൽക്കൂരയായിട്ട് നമ്മൾ പണിതിട്ടുള്ള നമ്മുടെ കോഴിക്കൂടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തേക്ക് മാറാമ്പൽ അടിക്കാമെന്ന് വെച്ചാൽ കയറി എന്തായാലും 2 ആഴ്ച കൂടുമ്പോഴേലും മാറാമ്പൽ അടിക്കണം കേട്ടോ. പെട്ടെന്ന് മാറാമ്പൽ വരും. കാരണം ഈ പൊടിയും എന്താ പറയുക ഒക്കെ ഇരിക്കുമ്പോഴേ ആകെ ഇങ്ങനെ കാണാത്ത പോലെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മാറാമ്പലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കോഴിക്കാട്ടം വാരിയിടാന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ കോഴിക്കാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊടിയായിട്ട് ഇരിക്കുക. നമുക്ക് നമ്മുടെ കോരി കൊണ്ട് ഇങ്ങനെ കോരി ഇങ്ങനെ ഇട്ടാൽ മതി. അത്രയും പൊടിയായിട്ട് അവിടെ ഇരിക്കുക. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ കോഴികളുടെ കാട്ടെന്ന് പറയുന്നത് നല്ല പൊടി പോലെയൊക്കെ എടുക്കാന്നുള്ളത്. ഇപ്പോൾ ഇതിൽ കാണുന്ന കാരടെന്ന് പറയുന്നത് എന്നിട്ടാണെന്നറിയോ, നമ്മൾ ഇവർക്ക് പുല്ലും അതേപോലെ തന്നെ വാഴപ്പിണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ചീരയുടെ അങ്ങനെ പല സാധനങ്ങളും ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അവരത് തിന്നേൻ്റെ വേസ്റ്റ് ഉണങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ആ ചവറ് പോലെയൊക്കെ എടുക്കുന്നത് കാണുന്നത് കേട്ടോ. കുറച്ച് കോഴിക്കാട്ടം കോരിയിട്ടേ നമ്മുടെ പറമ്പിൽ എന്താ പറയുക പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം ഈ മഴ പെയ്യുമ്പോൾ ഇവർക്ക് ഈ കോഴിക്കാട്ടത്തിലത്തെ പുളിപ്പും അതേപോലെ തന്നെ ഇതിൻ്റെ ആസിഡ് പവറൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. നമ്മൾ പിന്നീട് അവിടെ ഓരോ പച്ചക്കറിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല വളം കാര്യങ്ങളും ആ സമയത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് കോരിയിട്ട് അങ്ങനെ പറമ്പിൻ്റെ പല ഭാഗത്തും ഇടാമെന്ന് വെച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോകണത് കേട്ടോ. നമുക്ക് ഈ പണികളൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു മഴയും പെയ്തു കിട്ടാൻ നല്ല വെയിലായിരുന്നു. പക്ഷെ വീണ്ടും അത് ചെറുതായിട്ട് വെയിലുതിച്ച് തുടങ്ങി. നീ ഇങ്ങോട്ട് ഇവര് ഈ വാതിക്കോ നിൽക്കും.
കോഴിക്കോട് വൃത്തിയാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ചിന്തൂർ ഇട്ട് കൊടുക്കും. അതല്ലെങ്കിൽ പെട്ടെന്ന് അവർ കോഴിക്കാട്ടമൊക്കെ ഇട്ട് പിന്നെ അവിടെയൊക്കെ ആകെ പറ്റി പിടിക്കും. ഇതാകുമ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ചിന്തൂർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പേടിക്കണ്ട, അവിടെ നീങ്ങുന്ന നീങ്ങിക്ക്, അവിടെ നീങ്ങിക്കടാ, നീങ്ങിക്ക് 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 നീങ്ങിക്ക്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു കോഴിക്കൂടാണ് ഇതേപോലെ വൃത്തിയാക്കുള്ളൂ. കാരണം ഒരു കോഴിക്കൂട് തന്നെ വൃത്തിയാക്കി സിന്ദൂരൊക്കെ ഇട്ട് വരുമ്പോൾ തന്നെ ഒരു ടൈം ആവും. മാസ്ക് നീക്കിയിട്ട് പറയാം, പൊടിക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട്, കുറച്ച് നേരം മിണ്ടാണ്ട് കിട്ടാ. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കോഴിക്കൂട് വൃത്തിയാക്കിയിട്ട് ഇടുന്നതെന്ന് പറയുന്നത് സിന്ദൂര് എന്ന് പറയുന്നത് മരമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഇതേപോലെ ഇരിക്കും ഉണ്ടാ, ഈ സംഭവമാണ് ചിന്തൂര്. ഇതാകുമ്പോൾ നല്ല പൊടിയായിട്ട് നമുക്ക് കോഴിക്കാട്ടൊക്കെ ഇങ്ങനെ വാരിയെടുക്കാൻ പറ്റും. ഞാൻ എടുക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പിന്നെ ഈ കോഴിക്കാട്ടാണ് മെയിനായിട്ട് നമ്മുടെ കൃഷിക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെയുള്ള കോഴികൾ എന്ന് പറയുന്നത് കുറച്ച് കോഴികൾ, അതേപോലെ വാത്ത്, പ്ലെയിൻ ഡക്ക്, പിന്നെ താറാവ്, ടർക്കികൾ ഒക്കെയാണ്. അതായത് കളക്കം, ഞങ്ങൾ സാധാരണ കളക്കം എന്നാ പറയുക. കുറേ പേർക്ക് ടർക്കി എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ടർക്കികളൊക്കെ നമുക്ക് ഒരു 22 എണ്ണത്തിൻ്റെ 23 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെയുള്ള കോഴികളൊക്കെ. ഇനി നമ്മൾ ചെയ്യണ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുറത്ത് കോഴിക്കൂടുണ്ടല്ലോ അത് ദിവസം കഴുകൂട്ടാ. കാരണം അത് കഴുകിയില്ലെങ്കിൽ ശരിയാവില്ല. നമ്മൾ ചിന്തൂര് ഒന്നും ഇടാണ്ട് വെറുതെ സിമെൻറ്റിൽ പരക്കനിട്ടിട്ട് നിർത്തിയിട്ടുള്ള ഒരു കോഴിക്കൂടാണിത്. കാരണം കാറ്റും വെയിലും മഴയും ഒക്കെ കൊള്ളേണ്ട രീതിയിലുള്ളത്. അപ്പോൾ അത് ദിവസം നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നതാണ് ചോളം. ഈ ചോളം തന്നെയായിട്ടാണ് നമ്മൾ വീട്ടിലെ കൃഷി ആവശ്യത്തിനൊക്കെ ആയിട്ട് നട്ടിട്ട് നമ്മൾ വലിയ പൊതിച്ചോളനൊക്കെ ആയിട്ട് എടുക്കണില്ല. അത് ഈ ചോളം നട്ടിട്ടായിട്ട് നമ്മൾ ഈ കോഴികൾക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് വന്ന വഴിക്ക് ഇവർക്ക് ചോളം കൊടുക്കും. അത് ഞാൻ കാണിച്ചിട്ടില്ലായിട്ട് നമ്മുടെ വീഡിയോയിൽ. കാരണം നല്ല വിശപ്പിലേക്ക് നിൽക്കുന്നുണ്ടാവും രാവിലെ. അപ്പോൾ എണീറ്റ് വരുമ്പോൾ ഇതിട്ട് കൊടുക്കും. ഇനിയിപ്പോൾ നമ്മൾ കോഴിക്കൂടൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ കൊടുക്കുന്നത് തവിട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ തവിട് കണ്ട, ഈ തവിട് എന്ന് പറയുന്നത് ചോളം തവിടാട്ടാ. അപ്പോൾ ഈ ചോളം തവിടിൻ്റെ ഒരു ചാക്ക് വരിക 50 കിലോൻ്റെ ചാക്കാണ് വരിക. അപ്പോൾ അതിന് വരുന്ന പൈസ എന്ന് പറയുന്നത് 1300. പിന്നെ നമ്മുടെ ചോളത്തിന് 1 കിലോന് 30 രൂപയായിട്ട് വരിക. അപ്പം ഇനി നമ്മൾ തവിട് നനച്ച് കൊടുക്കും.
അപ്പം നമ്മളേ കൊണ്ടുവന്ന വൈക്ക് 2 ബക്കറ്റിലായിട്ട് ഇട്ട് വയ്ക്കാം. കുട്ടികളെ ഇപ്പം തരാട്ടാ. അവർക്കറിയാം അവരെ കൂട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കുള്ള ഫുഡ് ഇപ്പം എത്തുന്നുള്ളത്. കുറേശ്ശെ വെള്ളം വിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ നനച്ചെടുക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര അളവിൽ കൊടുക്കില്ല, അത്യാവശ്യം ഇത്തിരി കട്ടിയിൽ തന്നെയാണ് നമ്മൾ കുഴച്ച് കൊടുക്കുക. എന്തേ ഈ ഒരു ഇതേപോലെ കണ്ട ഈ ഒരു അളവിലായിട്ടാ നനച്ച് കൊടുക്കുള്ളൂ. വാ വാ. ഓ അത് പിന്നെ തന്നെ വായ 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 വായ. നിങ്ങൾക്ക് തരാട്ടാ. എന്തൊരു നിശബ്ദതയെന്ന് അറിയൂ. കാരണം അവർക്കറിയാം ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തിൽ എല്ലാ ദിവസവും ചെയ്യേണ്ട കുറച്ച് കാര്യമായിട്ട് ഇന്നത്തെ ഞാൻ ഒരു ദിവസത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ പിന്നെ സാധാരണ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്താനും പറ്റില്ല, ഒത്തിരി ടൈം വേണ്ടി വരും. ഇനി നമ്മുടെ സാധാരണ പാചകം ഉണ്ടല്ലോ, അതിലേക്ക് പോയിട്ടോ ഒന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ആ പാചകത്തിലേക്ക് വരും. നമ്മുടെ ബൂട്ടിനൊക്കെ എന്നും കഴുകി വെക്കൂട്ടാ. കഴുകി ഞാൻ അകത്താ വെക്കുക ഒരു കവറിലാക്കിയിട്ട്. അതുണ്ടല്ലോ. പിന്നെ നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണത്. അപ്പോൾ അതായത് നമ്മുടെ ഒരു വീഡിയോ 38 ലക്ഷം പേര് കണ്ടു. 38 ലക്ഷം പേര് കണ്ടതിലല്ല എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്. എന്നിട്ടെന്നറിയോ, നമ്മുടെ പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പൊതിച്ചോറ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊടുക്കണ കാരണം നമ്മളിങ്ങനെ ഷോർട്ട് ഇട്ടപ്പോൾ നമുക്കൊരു 100-ലധികം പേര് നമ്മളെ വിളിച്ചു, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്ക് പല മുന്നൊക്കെയായിട്ട് കിട്ടിയിട്ടുള്ളവരാണെങ്കിലും കൂടിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു. അത് വളരെ സന്തോഷം തോന്നിയിട്ട് എനിക്ക്. പിന്നെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. കാരണം നമുക്ക് ആ കൊടുക്കാനുള്ള മനസ്സ് എന്താ പറയുക, എനിക്ക് എന്നും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതങ്ങനെ നിർത്താതെ എന്ന് കൊടുക്കാൻ പറ്റട്ടെ. അപ്പോൾ എന്താ പറയുക,
ഇതൊക്കെയാണ് എനിക്കിപ്പോൾ എന്താ പറയുക ദൈവൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറേ നല്ല നിമിഷങ്ങളാണ്. അവരുടെ വിളികൾ വന്നപ്പോഴും അതിങ്ങനെ എന്താ പറയുക നമ്മളെ പൊതിച്ചോറ് കൊടുത്തപ്പോൾ നമുക്ക് കുറേ പേര് എന്തിനത് കൊടുക്കണേന്ന് ചോദിച്ച കുറേ കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും നമ്മളത് നിർത്താനുള്ള മനസ്സൊന്നും തോന്നിയില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കതിന് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയിട്ടാണ്. അപ്പോൾ ഇനി ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ പാചകത്തിലേക്ക് പോകാം നമുക്ക്. ഇന്ന് ഞാനുണ്ടല്ലോ സോയാബീനായിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ നോക്കി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാമിനേക്കാളും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. കാരണം ഇത് ഇത്ര അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വീർത്തൊക്കെ വരുമ്പോൾ അത്യാവശ്യം നമുക്ക് കറി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചു നേരം ഇതിലിങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പൊ ഇതൊന്ന് വീർത്തിട്ട് നല്ല സോഫ്റ്റ് ആവും. അതുവരെ ചൂടുവെള്ളത്തിൽ നമ്മളിങ്ങനെ ഇടണട്ടാ. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ സോയാബീനൊക്കെ വീർത്ത് വരാനുള്ള ഒരു ടൈം ഉണ്ടല്ലോ. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു മസാല റെഡി ആക്കണം കേട്ടാ. അപ്പൊ ഞാനിതാ തീ കത്തിച്ചിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചീനിച്ചട്ടി ചൂടായി അതിലേക്ക് നോക്കി നമ്മളൊരു 3 ടീസ്പൂൺ അവിടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നോക്കി 1 ടീസ്പൂൺ പെരിഞ്ജീരകം. പെരിഞ്ജീരകം പൊട്ടി തുടങ്ങി. അതിലേക്ക് 2 കറുകപ്പട്ട, 3 ഗ്രാമ്പു, 1 ടീസ്പൂണ് കുരുമുളക്. എല്ലാതും ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളുണ്ടല്ലോ ഞാൻ 4 സബോള മൊത്തം അരിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 സബോള അരിഞ്ഞിട്ടുണ്ട് നേർപ്പകുതി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടാ. നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അതായത് നമ്മുടെ സബോളയുടേക്കും ഒരു മധുര രസല്ലേ, അതാവണം വരെ കേട്ടോ വഴറ്റണ്ടോ. സബോള നോക്കി ഇട്ടിട്ട് ഇതേപോലെ കണ്ട ചെറിയൊരു കളർ മാറ്റും. അപ്പൊ ഈ സമയത്ത് നമ്മുടെ സബോള നല്ല മധുര രസമായിരിക്കും. ഇതിലേക്ക് നമ്മൾ നോക്കി ഒരു തക്കാളി നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഈ തക്കാളി നന്നായി വഴറ്റണ്ട, 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. തക്കാളി ഇട്ടിട്ട് നമ്മൾ 1 മിനിറ്റ് വഴറ്റി കൊടുത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടാ. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തോളൂ കേട്ടാ. ഒപ്പം നോക്കിയാൽ നമ്മുടെ സോയാബീൻ നോക്കിയേ ഇവിടെ കിടന്നതാ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. കണ്ട നിൽക്കുമ്പോ കണ്ട ഇങ്ങനെ ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് പച്ചവെള്ളമൊക്കെ ഒഴിച്ച് 2-3 വട്ടം നന്നായി കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടാ. അപ്പൊ ഞാനിത് അതേപോലെ ചെയ്തുകൊണ്ടിട്ടെ. നോക്കിയേ നമ്മൾ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്ത് കൊണ്ടുവന്നുണ്ട്. ഇനി ഇതിങ്ങനെ ഞെക്കുമ്പോ കണ്ട വെള്ളം ഒന്നും വരില്ല കേട്ടോ. അതേപോലെ തന്നെ പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്കിതുണ്ടല്ലോ എല്ലാം അതൊന്നും നടുമുറിച്ച് കൊടുക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ സോയാബീൻ നോക്കിയാൽ എല്ലാതും നമ്മളിതാ നടുമുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സോയാബീനിലേക്ക് നോക്കി നമ്മള് 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ അതിലേക്ക് നോക്കിയേ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണിന്റെ അവിടേക്ക് ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അധികം പുളിയില്ലാത്ത ഒരു 1/4 ഗ്ലാസ് തൈര് നന്നായി ഉടച്ചത് ഇട്ടാ. നമുക്ക് നന്നായിട്ടൊന്ന് ഈ മസാലയ്ക്ക് നമ്മുടെ സോയാബീൻ ആവേണ്ട രീതിയിൽ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പി കൊടുത്തോളൂ കേട്ടാ. ഇങ്ങനെ തന്നെ നമുക്കുണ്ടല്ലോ ഒരു 15 മിനിറ്റ് നേരം ഇതേപോലെ തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടാ. ആ സമയത്ത് ഞാനുണ്ടല്ലോ നമുക്കിവിടെ ഒരു കലം വെച്ചിട്ട് ഞാൻ അടുപ്പുമ്പോൾ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഇതിലേക്ക് നമുക്കിതാ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കുണ്ടല്ലോ ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് നമുക്ക് ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലൊരു വാസന വരും കേട്ടാ ഇഞ്ചി ഇട്ടിട്ട്. ഇപ്പൊ ആ ഒരു മണം വന്നു തുടങ്ങി. ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളി. അപ്പൊ ഇഞ്ചി ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ആയിരുന്നു. അതേപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 8 പൊറ്റ് വെളുത്തുള്ളി ആയിട്ടാ. അത് ആ നീളത്തിൽ തന്നെയാണ് നമ്മൾ അരിഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലൊരു മണം വരും. വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ല മണം വന്നു തുടങ്ങി. അപ്പൊ നമ്മൾ അതിലേക്ക് പച്ചമുളക് നടുകീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അത് നമുക്ക് നന്നായിട്ടൊരു എന്താ പറയാ
നല്ലൊരു കളർ കേറി കേട്ട പോലെ ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്ന പോലെ ആക്കി എടുക്കണം കേട്ടാ. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നോക്കിയേ, ചെറുതായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ വരുന്നുണ്ട്. ഈ സമയത്ത് നല്ല മണാട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒരുമിച്ച് മൂക്കണേന്റെ. ആ സമയത്ത് നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള നമ്മുടെ സവാള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ 2 കതിര് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഇത് നമുക്ക് സവാളയും നമുക്ക് നന്നായിട്ട് തന്നെ എന്താ പറയാ നല്ല ഗോൾഡൻ കളർ അത് നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കണം കേട്ടാ. നോക്കിയേ നമ്മള് സവാളയൊക്കെ ഇട്ടിട്ട് കണ്ടേ ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടാ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കറിയാം നമ്മൾ ആദ്യം ഒരു ടീസ്പൂണ് എന്താ പറയാ മുളക് പൊടി ഇട്ടിട്ട് സോയാബീനില് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് നമ്മള് മസാല റെഡിയാക്കണേൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എരിവൊക്കെ നമ്മുടേതായ അളവിനനുസരിച്ച് ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഇതിലേക്ക് ഞാനിതാ ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണേ കേട്ടാ. പിന്നെ നമ്മൾ അതിലേക്ക് ഇതാ 2 ടീസ്പൂണ് നല്ലോണം എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഈ പൊടികളിലേക്ക് ഒരു പച്ചക്കുത്ത് പോണ വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. പൊടികളൊക്കെ ഇട്ട് നമ്മുടെ ആ പൊടികളുടെ പച്ചക്കുത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച നമ്മുടെ മസാല ഉണ്ടല്ലോ, അതേ സബോളയും കുരുമുളകും പെരുജീരകം ഒക്കെ കൂടിയിട്ട് അടിച്ച നമ്മുടെ മസാല കേട്ടാ, ഇത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൽ ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒഴിക്കയിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ തീ കൂട്ടി വെക്കാട്ടോ. കാരണം നമ്മൾ പൊടികളൊക്കെ ഇടുമ്പോൾ നമ്മൾ തീ കുറവിലാണ് വെച്ചിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ തീ കൂട്ടി വെക്കുന്നത് കേട്ടാ. ഇനി നന്നായി തിളച്ച് എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരട്ടെ. തിളച്ച് എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഉണ്ടല്ലോ നമ്മള് എന്താ പറയാ തൈരൊക്കെ കൂട്ടി വെച്ച് നമ്മുടെ സോയാബീൻ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം കേട്ടാ. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാവുക. നമുക്കൊന്ന് തീ കൂട്ടി വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടാ. കറി ഇതാ തിളച്ചിട്ടുണ്ട്. നമുക്കിതാ മൂടിയൊക്കെ തുറന്ന് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. എന്നിട്ടിതാ വീണ്ടും ഒന്ന് മൂടി വയ്ക്കാണ് വേവണ വരെ കേട്ടാ. ഇനിയിപ്പൊ നോക്കിയേ നമ്മുടെ കറി ഇതാ വെന്തിട്ടുണ്ടാവും. അപ്പൊ നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു തീ കുറവില് കണ്ട ഇതേപോലെ ഒരു ചിക്കൻ ആയിട്ടായിരിക്കും നമ്മുടെ കറി. അപ്പൊ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കഴിക്കാവുന്ന രീതിയിലാണ്. അതുപോലെ ചോറിലേക്കും ഒക്കെ നല്ല രസമായിരിക്കും കേട്ടോ ഈ കറി. അപ്പൊ നമ്മളിതാ തീ കുറവില് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ തുറന്നു വെക്കാം. അപ്പൊ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരും. അപ്പൊ നമ്മുടെ കറി റെഡി ആവും കേട്ടാ. നമ്മുടെ കറി നോക്കിയേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നോക്കിയേ കണ്ട കറി റെഡി ആയിട്ടാ. ഇനിയിപ്പോ ചട്ടിയിലായി കണ്ടല്ലോ എന്റെ കറി ഒന്നും കൂടി ഇരുന്ന് പറ്റും. അപ്പൊ നോക്കിയാ ഇങ്ങനെ ഇളക്കുമ്പോ കണ്ട ഇങ്ങനത്തെ ഒരു തിക്കൻ സൈഡിലുള്ള ഒരു ഗ്രേവിയാണ് കേട്ടാ. ഇതേപോലെയാണ് നമ്മുടെ കറി ഇരിക്കുക. അപ്പൊ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ടേസ്റ്റ് ആവണേ ഷാരിന് വിളിക്കട്ടെ കേട്ടാ. അപ്പൊ നമ്മുടെ കൺമണി കുട്ടി കിട്ടിയിട്ട് എനിക്ക് ഇടയിലൊന്ന് ഓടിപ്പോയതാ. പിന്നെ ആള് വീണ്ടും എത്തി അല്ലേ കൺമണിയെ. നമ്മുടെ കറി നോക്കിയേ അത്യാവശ്യം ഗ്രേവി ഒക്കെ ആയിട്ടാട്ടാ. കൺമണി കുട്ടി പറയണട്ടോ ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. ആ കൺമണി നോക്കി നോക്ക്. ഇത് കഴിച്ചു കൺമണി കഴിക്കേ ശരിക്കും കഴിച്ചത് രസല്ലേ. ആ ഇതാണ് സോയാബീൻ. അടിപൊളി കറി കേട്ടാ. ചപ്പാത്തി പറ്റിയ കറി. ചോറിലേക്കും ചപ്പാത്തിലേക്കും ഒക്കെ നല്ല തന്നെയാട്ടാ കറി.
മുമ്പ് കഴിക്കുമ്പോ ഇഷ്ടമില്ലായിരുന്നു. ഇഷ്ടല്ലേ? മുൻപ് ഇഷ്ടണ്ടായിരുന്നില്ല അവൾക്ക്. ഒന്നിത് കഴിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പൊ ഇഷ്ടമായിരുന്നു. ഗുഡ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കിയോളാം. അടിപൊളി കറീന് ചപ്പാത്തിക്ക് എല്ലാത്തിനും ചോറിനും എല്ലാത്തിനും നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ